പത്രക്കാരുടെ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു കരട് റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് KUWJ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്താണ് ആ കരട് റിപ്പോർട്ടിൽ പറയുന്നത്? KUWJ എന്താണ് വാ തുറക്കാത്തത്? അതായത് നമ്മൾ പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മീഡിയ പ്രവർത്തകർ നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നത്തിന് വേണ്ടിയാണ് വാർത്തകൾ കൂടുതലും ചെയ്യുന്നത്. കൂടുതലല്ല, എല്ലാ വാർത്തകളും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നേഴ്സുമാർക്ക് മിനിമം വേതനം ഉറപ്പാക്കുക, അല്ലെങ്കിൽ ആശാ വർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുക, അങ്ങനെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുകയാണ്. ബാങ്കിൻ്റെ അമിതമായ പലിശകൾക്കെതിരെ അല്ലെങ്കിൽ ഓരോ ജപ്തിക്കെതിരെ ഇങ്ങനെയൊക്കെ വാർത്തകൾ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ പത്രക്കാരുടെ അല്ലെങ്കിൽ ചാനലുകാരുടെ വിഷമങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. എന്തിന് നിലമ്പൂരിൽ അൻവറിനെ നിർത്താത്തതിന്റെ പേരിൽ വരെ നമ്മൾ ശബ്ദമുയർത്തുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പത്രപ്രവർത്തകർക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു നിശ്ചിത ശതമാനം, ഒരു 20% പേർക്ക് മാത്രമാണ് വലിയ ആനുകൂല്യങ്ങളും വലിയ ശമ്പളവും വലിയ ആഡംബര ജീവിതവും ഉള്ളത്. ബാക്കി എല്ലാവരും ഒരു തരം അന്നന്ന് കിട്ടുന്ന തുക കൊണ്ട് ആ രീതിയിലാണ്. ഇപ്പോൾ സിനിമ പോലെ തന്നെയാണ്. സിനിമ ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും എന്ന് പറയുന്ന പോലെ മറ്റ് ഇപ്പോൾ ലൈറ്റ് ബോയ് വരെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഈ പറഞ്ഞ വലിയ ജേർണലിസ്റ്റുകൾക്കായിരിക്കും വലിയ ശമ്പളവും വലിയ ആനുകൂല്യങ്ങളും വലിയ കാറും എല്ലാം ഉള്ളത്. പക്ഷേ അല്ലാതൊരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം, നമ്മൾ ഈ വർഷങ്ങളോളം ജോലി ചെയ്തിട്ട് അവസാനം നമുക്ക് കിട്ടുന്ന പത്രപ്രവർത്തക ക്ഷേമനിധി പെൻഷനാണ്. അത് നമ്മൾ മാസം 500 രൂപ വെച്ച് ട്രഷറിയിൽ അടച്ച് അത് 58 വയസ്സിന് അല്ലെങ്കിൽ റിട്ടയർ ആകുമ്പോഴാണ് അത് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു കരട് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു. അതായത് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കരട് റിപ്പോർട്ട് ഇങ്ങനെയാണ്. അതായത് ഈ പുതിയ പരിഷ്കരണം നടപ്പായി കഴിഞ്ഞാൽ ഭൂരിഭാഗം മാധ്യമപ്രവർത്തകർക്കും പദ്ധതിയുടെ ആനുകൂല്യം പൂർണ്ണ തോതിൽ കിട്ടില്ല. അതായത് 35 വർഷത്തിന് മുകളിൽ സർവീസ് ഉള്ളവർക്ക് മാത്രം 90 മുതൽ 100% വരെ പെൻഷൻ നൽകിയാൽ മതിയെന്നാണ് കരട് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതായത് പെൻഷന് നമ്മളിപ്പോൾ നിശ്ചിത തുക നമ്മൾ 500 രൂപ വെച്ച് മാസം അടയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ 35 വർഷത്തിന് മുകളിൽ സർവീസ് ഉള്ളവർക്ക് മാത്രമേ മുഴുവൻ പെൻഷൻ കിട്ടുകയുള്ളൂ. അതായത് 6000 രൂപ മറ്റോ ഉണ്ടായിരുന്ന പെൻഷനാണ് പിന്നീട് KM മാണി ധനമന്ത്രിയായിരുന്ന സമയത്ത് അത് 8000 ആക്കുകയും പിന്നീട് ഒരു തവണ 10000 ആക്കുകയും ഇപ്പോൾ അത് 12000 രൂപയാണ് കിട്ടുന്നത്. 12000 രൂപയാണ് ഒരു പത്രപ്രവർത്തകന് അയാളുടെ റിട്ടയർമെൻറ്റ് ലൈഫിൽ കിട്ടുന്ന പെൻഷൻ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ KV തോമസിനടക്കം ലക്ഷങ്ങൾ കിട്ടുന്നു. സർക്കാർ ജീവനക്കാർ ആ 12000 രൂപ പോലും കിട്ടണമെങ്കിൽ 36 വർഷം പൂർത്തിയാക്കണം. ഇപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ 22ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറുമ്പോൾ തന്നെ പെൻഷൻ കിട്ടിയാൽ മാത്രമേ ആ എലിജിബിലിറ്റി പൂർത്തിയാക്കാൻ പറ്റൂ. 22ാമത്തെ വയസ്സിൽ ഒരാൾ ജോലിക്ക് കയറിയാൽ അയാൾ ട്രെയിനിയാണ്. ആ ട്രെയിനിക്ക് ഒരിക്കലും പത്രപ്രവർത്തക ക്ഷേമനിധി പെൻഷന് അപേക്ഷിക്കാൻ അർഹതയില്ല. ഒരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷമെങ്കിലും ജോലി ചെയ്താൽ മാത്രമേ അത് പറ്റൂ. നിലവിൽ ആർക്കും ഈ ഒരു മുഴുവൻ പെൻഷൻ കിട്ടത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ കരട് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പുതിയ റിപ്പോർട്ട് പ്രകാരം 10 വർഷത്തെ സേവന കാലാവധി ഉള്ളവർക്ക് 40% പെൻഷൻ മാത്രമായിരിക്കും അർഹത. അതായത് 10 വർഷത്തെ പെൻഷൻ അടച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ 12000 രൂപയുടെ 10%, അതായത് 10000 രൂപ അല്ല 40%. അതായത് 10000 രൂപയുടെ 40% എന്ന് പറഞ്ഞാൽ 4000 രൂപ. 12000 എന്ന് പറയുമ്പോൾ ഒരു 5000-ൽ താഴെയുള്ളൊരു തുകയായിരിക്കും കിട്ടുന്നത്. അത് എന്തിനുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അതുപോലെ തന്നെ 10 മുതൽ 15 വർഷം വരെ സർവീസ് ഉള്ളവർക്ക് 40 മുതൽ 50% വരെയും, 15 മുതൽ 20 വർഷം വരെ സർവീസ് ഉള്ളവർക്ക് 50 മുതൽ 60%, 20 മുതൽ 25 വർഷം വരെ സർവീസ് ഉള്ളവർക്ക് 60 മുതൽ 70%, 25 മുതൽ 30 വർഷം വരെ ഉള്ളവർക്ക് 70 മുതൽ 80%, 30 മുതൽ 35 വർഷം വരെ സർവീസ് ഉള്ളവർക്ക് 80 മുതൽ 90% വരെ. അതായത് 35-ന് മുകളിലുള്ളവർക്ക് മാത്രമേ അർഹത ഉണ്ടാവുകയുള്ളൂ മുഴുവൻ പെൻഷനും. നിലവിൽ 10 വർഷം സർവീസ് ഉള്ളവർക്ക് മുഴുവൻ പെൻഷനും അർഹത ഉണ്ടായിരുന്നു ഇതിന് മുൻപ് വരെ. അതായത് 16 വയസ്സിൽ നമ്മളെ പത്രപ്രവർത്തക ജോലിയിൽ കയറിയിട്ട് 22 വയസ്സാകുമ്പോൾ നമുക്ക് 3 വർഷത്തെ കാലാവധിയാവും. അപ്പൊ 22ാമത്തെ വയസ്സിൽ 16 വയസ്സിൽ കയറാൻ പറ്റില്ല. അല്ല, ഇവര് പറയുന്ന അനുസരിച്ച് അങ്ങനെ കയറേണ്ടി വരും നമ്മള്. അതെ, എന്തായാലും PG എടുത്തിട്ടില്ലേ പത്രം ജേർണലിസം ജോലി കിട്ടുള്ളൂ. എന്നിട്ട് ഇവിടെ കിട്ടണില്ല. അതെ, അപ്പോൾ അതുകൊണ്ട് ഇത് വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് 10 വർഷം സർവീസ് ഉള്ളവർക്ക്. അത് മാത്രമല്ല, നമുക്കിപ്പം ഇന്ത്യ വിഷൻ പോലുള്ള സ്ഥാപനങ്ങൾ അതൊക്കെ പൂട്ടിപ്പോയി. അപ്പോൾ അവിടെയൊക്കെ 10 വർഷം അടച്ചവരുണ്ട്. അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന മുഴുവൻ പെൻഷൻ കിട്ടുമെന്നാണ്. ഇപ്പോൾ അതിൻ്റെ 10 വർഷമായതുകൊണ്ട് 40% മാത്രമേ കിട്ടൂ. അതുമാത്രമല്ല, ഒരു മീഡിയ സ്ഥാപനത്തിൽ ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം പൂട്ടിപ്പോയാൽ പിന്നീട് നമുക്ക് പെൻഷൻ അടയ്ക്കാൻ പറ്റത്തില്ല. ഓരോ വർഷവും ഈ പ്രത്യേകം സാലറി സ്ലിപ്പും എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് ഇത് അപ്ലോഡ് ചെയ്യണം. പണ്ട് ട്രഷറിയിൽ നേരിട്ട് അടയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ സംവിധാനം വഴിയാണ് പെൻഷൻ അടയ്ക്കുന്നത്. അതിൽ മാത്രം ഇതിലൊരു ഗുണം കിട്ടിയത് ഇത് മാത്രമേ ഉള്ളൂ. അതായത് വാർത്താ മാധ്യമങ്ങൾക്ക് പുറമേ വാർത്താധിഷ്ഠിത ഓൺലൈൻ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടി പദ്ധതിയിൽ ചേരാൻ അവകാശം ഉണ്ടാകുമെന്നത് മാത്രമാണ് പുതിയ പരിഷ്കരണം കൊണ്ടുള്ള നേട്ടം. അത് മാത്രമാണ് ഇപ്പോൾ ഉള്ളൊരു നേട്ടം. ഓൺലൈനിലുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാമെന്നുള്ളത്. ഇതിനു മുമ്പ് സാറ്റലൈറ്റ് ചാനലിലും പത്രങ്ങളിലും ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ.
അപ്പോൾ 23-ാം ഓൺലൈൻകാരുടെ ഇത് തന്നെയല്ല ആ അതെ ഇപ്പോഴല്ലേ വന്നത്, അപ്പൊ അവർക്ക് 40% പോലും കിട്ടാൻ ഭാഗ്യമില്ല. പക്ഷേ അത് വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഇപ്പം ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾ മുൻ സ്ഥാപനങ്ങളിലും കൂടെ ഹാജരാക്കി കഴിഞ്ഞാൽ, രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ 10 വർഷം മുമ്പുള്ള തൊട്ട് അടച്ചു തുടങ്ങാം. അപ്പോൾ ഒരുമിച്ചൊരു തുക അടയ്ക്കേണ്ടി വരും. ഇപ്പം നമുക്ക് ഇന്ന് മുതൽ ഉള്ള പെൻഷൻ ആണെങ്കിൽ ഈ മാസം തൊട്ട് അടച്ചാൽ മതിയല്ല. ഇപ്പം ഞാനൊരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, ഇതിനു മുമ്പ് പല സ്ഥാപനങ്ങളും ജോലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ എനിക്ക് 2015 മുതലുള്ളത് അടയ്ക്കാം. അപ്പോൾ ഈ 10 വർഷത്തെ തുക പക്ഷേ ഒരുമിച്ച് അടയ്ക്കേണ്ടി വരും, വലിയൊരു തുക അടയ്ക്കേണ്ടി വരും. ഒരു മാസം 500 രൂപ വെച്ച് കണക്ക് കൂട്ടി വരുമ്പോഴത്തേക്ക് ഒരു വർഷം 6000 രൂപ. അപ്പോൾ 10 വർഷം 6000 രൂപ, 60000 രൂപ നമ്മൾ ആദ്യം അടയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിന് പുറമെ അംശാദായം കുത്തനെ വർദ്ധിപ്പിക്കാനും ശുപാർശയുണ്ട്. അതായത് ഈ അടയ്ക്കുന്ന തുക കുത്തനെ വർദ്ധിപ്പിക്കാൻ ശുപാർശയുണ്ട്. നിലവിലുള്ള പെൻഷൻ തുകയുടെ 15% അംശാദായം നൽകണമെന്നാണ് നിർദ്ദേശം. ഇത് നടപ്പായാൽ ഇപ്പോഴുള്ള അംശാദായ തുകയുടെ 2 ഇരട്ടിയിലധികം ഓരോ അംഗവും മാസം തോറും നൽകേണ്ടി വരും. അതായത് ഇപ്പം അടയ്ക്കുന്നതിൻ്റെ 2 ഇരട്ടിയിലധികം. ഇപ്പോൾ 500 രൂപയാണ് അടയ്ക്കുന്നത്, അപ്പോൾ 1000, 1500, 2000 രൂപ വരെയൊക്കെ അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം നമുക്കറിയാം, ഇപ്പോൾ സർക്കാർ കടുത്ത ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. സ്വാഭാവികമായും പണ്ട് കാലത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ പോലെയല്ല ഇപ്പോൾ പങ്കാളിത്ത പെൻഷനിലേക്ക് മാറി. അതുപോലെയാണ് ഇതിലും പരിഷ്കരണം നടപ്പാക്കിയിരിക്കുന്നത്. ഇതിൽ പരിഷ്കരണം നടപ്പാക്കുന്നത് വഴി ഈ പത്രപ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് ഈ പറഞ്ഞതുപോലെ അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെക്കുന്നവരാണ്. മറ്റു ജോലി പോലെ അല്ലല്ലോ നമ്മുടെയൊക്കെ ജോലി. കാരണം നമ്മൾ കുടുംബത്തിന് വേണ്ടി പോലും നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഇപ്പം മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥനോ ഒരു അധ്യാപകനോ മറ്റേതെങ്കിലും ബാങ്ക് ജീവനക്കാരനോ ഒക്കെ ആണെങ്കിൽ അവർക്ക് അവധിയുണ്ട്, വൈകുന്നേരം വീട്ടിൽ എത്താൻ. ഇത് നമ്മൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. കുട്ടികളും ഭാര്യയും ഒക്കെ ഭർത്താവിനെ കാണുന്നത് അപൂർവമായിട്ടാണ്. അങ്ങനെയാണ്. അതേ രീതിയിലാണ് നമ്മുടെയൊക്കെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള പരിഷ്കരണം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കാരണം ഇത്രയും കടുത്ത സമ്മർദ്ദത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായി ഒരുപാട് രോഗങ്ങൾ കീഴടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ചെറുപ്പമായതുകൊണ്ട് അറിയില്ല, പക്ഷേ പ്രായാധിക്യം വരുമ്പോഴേക്കും രോഗങ്ങൾ കീഴ്പ്പെടുത്തും. സ്വാഭാവികമായി ഈ 40% പെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ഈ തുച്ഛമായ 5000 രൂപയും 6000 രൂപയും കിട്ടിയ മരുന്ന് പോലും വാങ്ങിക്കാനുള്ള തുക ഉണ്ടാവില്ല. അത് വലിയ ബുദ്ധിമുട്ടാണ്. അക്കാര്യത്തിൽ ആരെങ്കിലും KUWJ ഇതുവരെ ഒന്നും പ്രതികരിച്ച് കണ്ടില്ല. അതുകൂടാതെ തന്നെ പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ നടപടികൾ എടുക്കുന്നില്ല. എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ നിലമ്പൂരും അൻവറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ. പത്രക്കാരുടെ കാര്യം വരുമ്പോൾ, അതായത് ഒരു പട്ടിയെ കൊന്നാലും ചോദിക്കാൻ ഇവിടെ മനുഷ്യന്മാരുള്ള നാട്ടിൽ ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും ഇല്ലെന്ന് പറയുന്ന പോലെ നമ്മൾ പലർക്കും വേണ്ടി പലരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി വാർത്തകൾ ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ ചോദിക്കാൻ ആരുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ജീവിതം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ പല സ്ഥാപനങ്ങളിലും പ്രതിസന്ധിയാണ്. പല മാധ്യമ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുന്നു. അപ്പോൾ ജോലി നഷ്ടപ്പെടുന്നു, ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല. അത്ര ദുരിതപൂർണ്ണമായൊരു ജീവിതം നയിക്കുന്നവരാണ് ശരിക്കും ഈ പത്രപ്രവർത്തകർ, ഒരു നിശ്ചിത വിഭാഗം ഒഴിച്ചാൽ. അപ്പോൾ അത് സാധാരണക്കാരിതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.